കേപ്പ് വാർഡെ, നിങ്ങളാണ് താരം. നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. 2026 ലോകകപ്പ് കണ്ട ഏറ്റവും മികച്ച ടീം നിങ്ങളുടേതാണ്. നവാഗതരായി എത്തി ലോക ഫുട്ബോളിൽ കാര്യമായ പരിചയമൊന്നുമില്ലാതിരുന്നിട്ടും നിങ്ങൾ കാഴ്ചവെച്ച കളി ആരാധകരത് നെഞ്ചേറ്റി കഴിഞ്ഞു. കേപ്പ് വാർഡെ എന്ന ദ്വീപ് സമൂഹത്തിലെ 5 ലക്ഷത്തോളം ജനങ്ങൾക്കുമപ്പുറം ലോക ഫുട്ബോളിന്റെ ഹൃദയത്തിലേക്കാണ് നിങ്ങൾ കളിച്ചു കയറിയത്. ലോക ചാമ്പ്യന്മാർക്കെതിരെ 120 മിനിറ്റും നിങ്ങൾ കാഴ്ചവെച്ച പോരാട്ട വീര്യമുണ്ടല്ലോ. ആക്രമണവും പ്രതിരോധവും ഒന്നു ചേർന്ന മനോഹരമായ ഫുട്ബോൾ എന്ന് അതിനെ പറയാതെ വയ്യ. നോക്കൌട്ട് റൗണ്ടിൽ കളിച്ച ഏറ്റവും ചെറിയ രാജ്യം എന്നല്ല ലോകം നിങ്ങളെ അടയാളപ്പെടുത്തുക, മറിച്ച് വമ്പന്മാർക്കെതിരെ കളിച്ച് അവരെ വിറപ്പിച്ച രാജ്യം എന്നാകും. ആദ്യം സ്പെയിൻ, ഇപ്പോൾ അർജന്റീന. നിങ്ങൾ ബ്ലൂ ഷാർക്കുകൾ തന്നെ. മെസ്സിക്കും കൂട്ടർക്കും ഈ രാത്രി ഉറങ്ങാനാവില്ല. വൊസീന്യ, ഡിറോയ് ഡാറ്റെ, ലോപ്പസ് കബ്രാൽ ഇവർ ദിവസങ്ങളോളം അർജന്റീനയുടെ ഉറക്കം കെടുത്തും. കളിയുടെ രണ്ടാം പകുതിക്ക് ശേഷം സ്കലോണിയുടെയും കൂട്ടരുടെയും നെഞ്ചിടിപ്പ് താഴ്ന്നിട്ടേയില്ല. എക്സ്ട്രാ ടൈമിലെ അന്തിമ വിസിലൂതിയപ്പോഴാണ് അർജന്റീനൻ താരങ്ങൾക്കും ആരാധകർക്കും ശ്വാസം നേരെ വീണത്. അത്യന്തം ആവേശകരം. എല്ലാ നോക്കൌട്ട് മത്സരങ്ങളെയും അപ്രസക്തമാക്കിയ കളി. അർജന്റീനയാണ് തുടങ്ങിയത്. പ്രതിരോധ കോട്ട കെട്ടി കേപ്പ് വാർഡെ അർജന്റീനൻ മുന്നേറ്റത്തെ തടയിട്ടു. കോട്ട പൊളിച്ച് ചിലപ്പോഴൊക്കെ പന്ത് മുന്നോട്ട് നീങ്ങി. ഗോൾ വലയുടെ കാവൽക്കാരൻ വൊസീന്യയെ കൂടി മറികടക്കേണ്ടതുണ്ടായിരുന്നു. കളിയുടെ 29-ാം മിനിറ്റിൽ മെസ്സി ആ കോട്ട പൊളിച്ചു. തനിക്ക് മുന്നിൽ പൊളിയാത്ത കോട്ടകളൊന്നുമില്ല എന്ന് ഈ മത്സരത്തിൽ തെളിയിക്കുകയായിരുന്നു മെസ്സി ചെയ്തത്. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ലോബ് പിടിച്ചെടുത്ത മെസ്സി ഇടതുകാലുകൊണ്ട് പന്ത് ഗോൾ വലയിലേക്ക് കോരിയിട്ടു. അവിടെ വീണ്ടും ചരിത്രം പിറന്നു. ഈ ലോകകപ്പിൽ മെസ്സിയുടെ 7ാമത്തെ ഗോൾ. ഈ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ മെസ്സി ഇതോടെ മുന്നിലെത്തി. ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 20 ഉയർത്തി. 2 ലോകകപ്പുകളിൽ 7 ഗോൾ സ്കോർ ചെയ്ത ഏക താരം. ലോകകപ്പിൽ 8 മത്സരങ്ങളിൽ തുടർച്ചയായി സ്കോർ ചെയ്ത ഏക താരം കൂടിയാണ് മെസ്സി. 30 ലോകകപ്പുകൾ കളിച്ച ഏക താരമായും മെസ്സി മാറിക്കഴിഞ്ഞു. റെക്കോർഡുകൾ മെസ്സിക്കായി വഴിമാറുകയാണ്. 1 ഗോൾ ലീഡിൽ കുതിച്ച അർജന്റീന പലപ്പോഴും രണ്ടാം പകുതിയിൽ കേപ്പ് വാർഡെയുടെ മുന്നേറ്റത്തിന് മുന്നിൽ പകച്ചു നിന്നുപോയി. 59-ാം മിനിറ്റിൽ കേപ്പ് വാർഡെ ലോക ചാമ്പ്യന്മാരെ ഞെട്ടിച്ചു. ഡിറോയ് ഡാറ്റയുടെ മനോഹര ഗോൾ. പിന്നീട് ലീഡ് നേടാനായിരുന്നു അർജന്റീനയുടെ ശ്രമം. കേപ്പ് വാർഡെയും വിട്ടുകൊടുത്തില്ല. പക്ഷേ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. മത്സരം അധിക സമയത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന ലീഡെടുത്തു. ആദ്യ ഗോളിന് വഴിയൊരുക്കിയ പ്രതിരോധ നിരക്കാരൻ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് 2ാം ഗോൾ നേടിയത്. എന്നാൽ അർജന്റീനയുടെ ആഹ്ലാദത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 102-ാം മിനിറ്റിൽ അതിഗംഭീരമായ ഗോളിലൂടെ ലോപ്പസ് കാബ്രാൽ വീണ്ടും സമനിലയിലെത്തിച്ചു. അവിശ്വസനീയമായ ഒരു ലോങ് റേഞ്ചർ. ഗോളിയും കളിക്കാരും ഗാലറിയും സ്തബ്ധരായി നിന്ന നിമിഷം. വിജയ ഗോൾ കണ്ടെത്താനുള്ള അർജന്റീനയുടെ ശ്രമങ്ങൾ 110-ാം മിനിറ്റിൽ ഫലം കണ്ടു. മെസ്സി എടുത്ത കോർണർ കിക്ക് കേപ്പ് വെർദെ താരം ഡിനയിലൂടെ വലയിലേക്ക്. അർജന്റീനയുടെ വിജയ ഗോൾ. എന്നിട്ടും കേപ്പ് വാർഡെ വിട്ടുകൊടുത്തില്ല. എമിലിയാനോ മാർട്ടിനസിന്റെ തകർപ്പൻ സേവുകൾ അന്തിമ നിമിഷത്തിൽ അർജന്റീനയുടെ വിജയം ഉറപ്പിച്ചു. ഗോളം നിറച്ച് പോസ്റ്റിലേക്ക് പായിച്ച 8 ഷോട്ടുകളാണ് വൊസീന്യ തട്ടിയകറ്റിയത്. ഈ മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് വൊസീന്യയുടെ ഈ സേവുകളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. തല ഉയർത്തിപ്പിടിച്ചു തന്നെ കേപ്പ് വാർഡെ മടങ്ങുകയാണ്. തെരുവുകളിൽ അർജന്റീനൻ ആരാധകരുടെ ആഹ്ലാദ നൃത്തം തുടങ്ങിക്കഴിഞ്ഞു. പ്രീ ക്വാർട്ടറിൽ ഈജിപ്താണ് അർജന്റീനയുടെ എതിരാളി. ഈ മത്സരം അർജന്റീനയുടെ മനസ്സിലും എന്നും നിലനിൽക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.